ഹേ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും നമ്മുടെ ഫിഷ് ടാങ്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിഷ് ടാങ്കിൻ്റെ വീഡിയോ എന്ത് അതിനകത്ത് മീനിയറിൻ്റെ വീഡിയോ എന്ത് ചെയ്യുന്നത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കായിട്ട് ഫിഷിന് മേടിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ ഇതല്ല ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം അത് പോയി കണ്ടിട്ടോ. ഹേ ഗായ്സ്, ഇതേ നമ്മുടെ ടാങ്ക് ഇവിടെ സെറ്റായിട്ട് ഇരിപ്പാണ് കേട്ടോ. അതെ, കുറച്ച് ചവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് നാളായില്ല ഇപ്പോൾ നമ്മളന്ന് ക്ലീൻ ആക്കിയതാണ്. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് ക്ലീനാക്കാം, എന്നിട്ട് നമുക്കിതിനകത്തൊരു വെള്ളം നിറക്കാം. വലിയ ഷവറും കാര്യങ്ങളൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ച് കളഞ്ഞാൽ മതി. ഇത് സംഭവം എന്ന് വെച്ചാൽ മരത്തിൻ്റെ അടിയിലാണ് നമ്മുടെ ടാങ്ക് വന്നേക്കുന്നത്. അതാണ് ഇത്രയും ഷവർ വീടാനായിട്ട് കാര്യം. ഈ പൈപ്പ് വെച്ചേക്കണ്ട ഗൈസ്, ഇത് നമ്മുടെ വെള്ളം ഓവർഫ്ലോ ആയിട്ട് ഇത് കവിഞ്ഞ് പോകാതിരിക്കാനാണ്, മീനൊന്നും ചാടിപ്പോയിരിക്കാൻ വേണ്ടി വെച്ചാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ അതേ വലയൊക്കെ ദ്രവിച്ചു പോയിട്ട് നമുക്കിത് മാറ്റണം ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളം കളയാനുള്ള പൈപ്പ്. പക്ഷേ വെള്ളം കളയാണെന്ന് പറയുമ്പോൾ ഇവിടം വരെ നമുക്ക് വെള്ളം കളയാൻ പറ്റുള്ളൂ. ഓൾറെഡി ഇതൊരു കുഴീൻ്റെ നമ്മൾ ടാങ്ക് പണിതേക്കണത്. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് ഒന്നെങ്കിൽ കോരിക്കളയണം, ഇല്ലെങ്കിൽ മോട്ടറിന് വെച്ച് കളയേണ്ടി വരും. അതാണ് ഇപ്പം വെള്ളം അടിച്ച് കഴുകാനുള്ള പ്രശ്നം. അപ്പോൾ അത്ര നമ്മൾ വെള്ളം കോരിക്കളയേണ്ടി വരും. ഇത് നമ്മുടെ ടാങ്ക് അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഷവറും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ വെള്ളം നിറയ്ക്കാനാണ്. അപ്പോൾ അതേ ഓസ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. നമുക്കിനി മോട്ടർ ഓണാക്കാം. അപ്പോൾ അതേ ഇവിടെ വയർ കുത്താനുണ്ട്. ഈ വയർ ഇതാണ് നമ്മുടെ മോട്ടറിൻ്റെ വയറ്. റിസ്ക്കാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതേ മോട്ടർ ഓണായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വെള്ളം അടിക്കാം. ആദ്യത്തെ കുറച്ച് വെള്ളം പോട്ടെ, എന്നിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ ടാങ്കിലേക്കത് ഓസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം എന്തേ ഈ ഒരു കണ്ട ഈ വെള്ളം ലെവൽ കണ്ട അത്ര നമുക്ക് നടക്കാം. എന്നിട്ട് ബാക്കി പുറമേ തന്നെ നെറ്റാന്നൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ വെള്ളം നിറയുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മീൻകുട്ടന്മാരെ മേടിച്ചിട്ട് വരാം. നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ അലിഗേറ്ററിന് മേടിച്ചില്ലേ, ആ ഷോപ്പിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐറ്റത്തിന് അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാണിച്ചു തരാം. ഇത് നമ്മുടെ സിലോപ്പിയാണ് കേട്ടോ. അതെ, നമ്മുടെ എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് കുറച്ചിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് എണ്ണി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ ഒരു സാധനം കണ്ടതേ കറക്റ്റ് നമ്മുടെ കാക്കയുടെ ഒക്കെ തൂവലില്ല അതേപോലെ ഇരിക്കണത്. അത് സെയിം അത് തന്നെയെന്ന് പറയാം. നല്ല രസമില്ലേ കാണാനായിട്ട്? അക്വേറിയം കൊള്ളാം, ഇട്ടേക്കണം കൊള്ളാം. ഇത് തൂവൽ പോലെ, കറക്റ്റ് തൂവൽ പോലെ ഉണ്ട്. ഇതേ ഇപ്പോൾ നമ്മൾ മീനൊക്കെ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതേ ഒരു കുറച്ച് തീറ്റയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് മീൻ കൊടുക്കാനായിട്ട്. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മുടെ അലിഗേറ്ററിന് കൊടുക്കാനായിട്ട് ഇതേ കുറച്ച് ഗപ്പിനെ കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അവന് നമ്മൾ കൊണ്ടുപോകുന്ന സമയത്താണ് കുറച്ച് ലൈവ് ഫുഡ് കൊടുത്തത്. പിന്നെ നമ്മൾ കോഴിയുടെ കുടലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കൊടുത്തത് നിങ്ങൾ. അപ്പോൾ ഇന്ന് നമുക്ക് അവനിത് കൊടുക്കാം. സംഭവം വേറെ ഒന്നുമല്ല, ഗപ്പീനെ ഇപ്പോൾ കിട്ടാനില്ല, ഭയങ്കര വിലയുണ്ട്. അതുകൊണ്ട് നമ്മൾ മേടിക്കാഞ്ഞത്. എന്തായാലും നമുക്കൊരു ഗപ്പിയുടെ സെറ്റപ്പ് ഉണ്ടാക്കണം. ഗൈസ്, നമ്മൾ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ല മഴയും വന്നിട്ടുണ്ട്. പാപ്പ അവിടെ കുടയും പിടിച്ച് നിൽക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇറങ്ങിയെടുക്കാം. പാപ്പ കുടയും കൊണ്ട് തന്നെ ഉണ്ട്. ബാ, അപ്പം ഇനി അപ്പുറത്ത് എടുക്കാം. ഇവിടെ ഇതിൻ്റെ അകത്ത് അതെ. അപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട് നമ്മുടെ കുട്ടന്മാർ, തിലോപ്പി കുട്ടന്മാർ. വേടാ ജാക്കിൻ്റെ അകത്ത് പിടിച്ച്. വേറെ ഉണ്ട് നമ്മുടെ അലിഗേറ്ററിന് കൊടുക്കാനായിട്ട് കുറച്ച് ഗപ്പിനെ വാങ്ങിച്ചിട്ടുണ്ട്. പിടിച്ചോ, പിടിച്ച് അടച്ചക്കട്ട. ഇത് തീരെ ചെറുതുണ്ടായിരുന്നു, അത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. മിച്ച് മുഴുത്താണ്. അപ്പോൾ കുറച്ച് വലിയ തീറ്റ മേടിച്ചതാണ്. നമ്മുടെ മീൻകുട്ടന്മാരെ പുറത്തെടുക്കണം കേട്ടോ. ആഹാ, ഇത് കണ്ട, ഇതാണ് നമ്മുടെ തിലോപ്പിക്കുട്ടന്മാർ. കുറച്ച് വലുതാണ് കേട്ടോ. നമ്മൾ അന്ന് മേടിച്ച് ഇത്രയും വലുതില്ലായിരുന്നല്ലേ, ചെറുതായിരുന്നല്ലേ? ഇത് നല്ല വലുതാണ്. ഗിഫ്റ്റ് അത് വേറെയും തിലോപ്പി ഉണ്ടെന്ന് തോന്നുന്നല്ലേ, 2 തരം ഉണ്ടെന്നു. വരയുള്ളതും വരയില്ലാത്തതൊക്കെ ഇട്ടുണ്ട്. എന്താ നമുക്കതിന് ഇല്ല, സിലോപ്പ് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. ടെമ്പറേച്ചർ തെറ്റാക്കാൻ ഇതിനെ കൊണ്ട് ടാങ്കിൽ കൊണ്ട് ഇടാൻ കണ്ടപ്പാ. മഴ മാറി, കുഴപ്പമില്ല. അന്ന് 100 എണ്ണം അല്ല, അന്ന് 50 എണ്ണം മേടിച്ചിട്ടാന്ന് തോന്നുന്നു.
50 ഇത് നമുക്ക് വേണമെങ്കിൽ പിന്നെ മേടിക്കാം. ഇതിപ്പോൾ നമ്മൾ 100 പറഞ്ഞു വെച്ചത്, നമ്മൾക്ക് കിട്ടിയപ്പോൾ 70 കിട്ടിയുള്ളൂ. നമ്മൾ 2 ദിവസം താമസിച്ചാൽ പോയത്. ഇതേ അപ്പോൾ ഞാൻ നമ്മുടെ ടാങ്ക് കണ്ടേ, ഇത് നിങ്ങൾ വെള്ളം ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത്, കട്ടൻ ചായ ഇല്ല, നമ്മുടെ വെള്ളത്തിൻ്റെ കളറാണ് കേട്ടോ. ഒരു ഗ്ലാസ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. നമ്മുടെ തീറ്റ തൽക്കാലം ഇവിടെ വെക്കാം. ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഗ്ലാസ്സിന് ഞാൻ വെള്ളത്തിൻ്റെ കളർ കാണിച്ചു തരും. ഇതാണ് നമ്മൾ അക്യൂർത്തി ഇടാൻ നേരത്തും ഈ പൈപ്പില അല്ല ടാങ്കില വെള്ളം ഇടാഞ്ഞത്. ഞാൻ കാണിച്ചിരുന്നത് ഇല്ലേ കണ്ട, ഇതാണ് കളർ. ഇതിനകത്ത് ഗ്ലാസ്സിൽ കാണുമ്പോൾ ഇച്ചിരി തെളിച്ചുള്ള തോന്നും, പക്ഷെ ഇതാണ് കണ്ട, ഇതാണ് ശരിക്കും കളറ്. ഇപ്പം നമ്മൾ മീൻ ഇടുമ്പോൾ മീൻ പുറമേ കാണാൻ പറ്റുമായിരിക്കും, പക്ഷെ നാളെ നോക്കുമ്പോൾ ഇത് മൊത്തം കലങ്ങി കിടങ്ങുന്നുണ്ട്. അതാണ് ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത. നമുക്കിനി പതുക്കെ ഇനി ഫിൽറ്റർ സിസ്റ്റം ഒക്കെ വെച്ച് കൊടുക്കാം അല്ലേ. ആദ്യം ഒന്ന് ടെമ്പറേച്ചർ വെച്ചാണ്ട് വെറുതെ ഒന്ന് വെള്ളത്തിൽ വെച്ച് കൊടുക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം, ഒരു 2 മിനിറ്റ് ഇടക്കട്ടെ, എന്നിട്ട് ഇടാം. കണ്ട നമ്മളെ മീനൊക്കെ ഉണ്ടമ്മ, കണ്ട അവിടെ അല്ല, ഇതേ നിങ്ങൾ നോക്ക്, ഇല്ല ഇടക്കാം കൂടിനകത്ത്. അതൊന്ന് സെറ്റാവാനായിട്ട് വെള്ളം ഇട്ട് കുറച്ച് മുമ്പ് തുറന്നു വിടാം. ഇത്ര ഉണ്ട്, ഇത്രയും കാണും. എടുത്ത് വേസ്റ്റൊക്കെ ഉണ്ട് കുറേ. ഇത് കാണാം, 2 ടൈപ്പ് ഉള്ള പോലെ ഉണ്ട്, കളറുള്ളതും കളറില്ലാത്തൊക്കെ. ഇതിപ്പോൾ തുറന്നു വിടും. ഇനി നമുക്ക് തുറന്ന് നമ്മൾ ടാങ്കിലൊക്കെ ഇടാം. നമ്മുടെ ടാങ്കിലൂടെ ഇടാൻ വേണ്ട, അടിപൊളി. ഇത് ചവർ കിടപ്പുണ്ട്, അതെ എല്ലാത്തിനും ഉണ്ട്. വെള്ളത്തിൻ്റെ കളർ കാരണം ഒന്നിനും കാണാൻ പറ്റിയില്ല, എല്ലാം അടിയിൽ പോയി കിടപ്പുണ്ട്. കണ്ട എല്ലാം പതിഞ്ഞ് കിടക്കുക അടിയിൽ പോയിട്ട്. പുതിയ സ്ഥലം ഏതാണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ തീറ്റയൊന്നും ഇട്ട് കൊടുത്താൽ അങ്ങനെ കഴിക്കൊന്നുമില്ല, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം. നമുക്ക് നാളെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു രാത്രിയാകുമ്പോൾ ഇട്ട് കൊടുക്കാം. ഗൈസ് നമ്മുടെ അലിഗേറ്റർക്കാരനെ ഞാൻ കാണിച്ചിടാം കേട്ടോ. അപ്പോൾ നമുക്ക് അവനതേ ഈ ഒരു ഗപ്പീനെയും കൊടുത്ത് നോക്കാം, കഴിക്കില്ലെന്ന് നോക്കാം. അവൻ കൊണ്ടുവന്നേക്കാളും കുറച്ച് വലുതായിട്ടാണ് കൊണ്ടുവന്നപ്പോൾ ഞാൻ കാണിച്ചില്ല, ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാവേ. കൊണ്ടുവന്നപ്പോൾ ഇപ്പോഴുള്ള നിങ്ങൾ വ്യത്യാസം നോക്ക്. ആളിത് ഇവിടെ കിടപ്പുണ്ട്, നോക്കിക്കേ. ആൾ നല്ല മുഴുത്ത് സുന്ദര കൂട്ടാപ്പനായി. നമുക്കൊരു ഗപ്പീനെ ഇട്ട് കൊടുക്കുക. ഉച്ചയ്ക്ക് ഞാൻ തീറ്റ കൊടുത്തിട്ടില്ലായിരുന്നു, ഇപ്പോൾ ഒരു ഗപ്പീനെ പിടിച്ചിട്ട് കൊടുക്കുക. ഇതേ നമ്മുടെ ഒരു ഗപ്പീനെ എടുത്തിട്ടുണ്ട് അതിനകത്തുനിന്ന്. അപ്പോൾ നമുക്ക് അയ്യോടോ ഹാൻഡ് ഫീഡ് ചെയ്യാൻ നോക്കിയാണ് അവനെ അതിനകത്തോട്ട് പോയി. ഷടാ എന്തായാലും പിടിക്കുമല്ലോ നോക്കാം. ചെല്ലി അവൻ നോക്കിയിട്ടുണ്ട്. ചിലപ്പോൾ കഴിയും, ചിലപ്പോൾ ആൾ പേടിച്ച് മറിക്കും. കഴിക്കുമെന്നാണ് എനിക്ക് തോന്നണത്. എന്തായാലും നോക്കാം. അടുത്ത് എല്ലാം ഉണ്ട്, വേണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ശരിക്കും ഇത് അടുത്ത് വന്നിട്ടുണ്ട്, കണ്ട ശരിക്കും കണ്ടപ്പോൾ. കഴിച്ച് നമ്മൾ ഗപ്പിന് ഇട്ട് കൊടുത്തായിരുന്നു, പക്ഷെ അവൻ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ വിശപ്പില്ലാണ്ടായിരിക്കും, കുറച്ച് മുമ്പ് കഴിച്ചോളും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മുടെ അവതരണ ശൈല എന്തെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തന്നാൽ അതനുസരിച്ച് ഞാൻ ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോ കാണാം.